പിണറായി സർക്കാരിനെ വിമർശിക്കാനും ആക്ഷേപിക്കാനും വേണ്ടി എടുത്ത ഒരു സിനിമയായിട്ടാണ് JSK കണ്ടപ്പോൾ തോന്നിയത്. ഒരു സിനിമയ്ക്ക് നല്ലൊരു പ്ലോട്ട് ഉണ്ടായിരുന്നു. ആ നല്ലൊരു പ്ലോട്ടിനെ ആവശ്യമില്ലാത്ത കുറെ സീനുകളും രാഷ്ട്രീയപരമായിട്ട് കുറെ വിവാദങ്ങളും ഒക്കെ വലിച്ചിട്ടിട്ട് ആ സിനിമയെ നശിപ്പിച്ചു എന്ന് പറയാനാണ് എനിക്കിഷ്ടം. സുരേഷ് ഗോപിയുടെ വലിയൊരു ഫാനായ ഞാൻ ചെറുപ്പം മുതലേ ആ ത്രില്ലിങ് സിനിമ അനുഭവം ഉണ്ടായിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഈ സിനിമയിൽ എവിടേക്ക് വരുന്നു അവിടേക്ക് എനിക്ക് കോരിതെരിപ്പായിരുന്നു. അത് ഇനിയും അദ്ദേഹത്തിന്റെ ഏത് സിനിമ വന്നാലും ഞാൻ കാണും. ഈ സിനിമ ഒരു കാര്യമില്ലാതെ ചുമ്മാ ആവശ്യമില്ലാത്ത കുറെ വിവാദങ്ങൾ ഒക്കെ വലിച്ചിട്ട് ഒരു കാര്യമില്ലാത്ത രാഷ്ട്രീയമായ കുറെ പരാമർശങ്ങൾ നടത്തി ആ സിനിമയെ മോശമാക്കി എന്നാണ് എനിക്ക് തോന്നിയത്. അനുപമ പരമേശ്വരൻ അടിപൊളിയായിട്ട് ചെയ്തു. എന്തിനാണ് ഈ തെലുങ്ക് സിനിമയിലൊക്കെ പോയിട്ട് മേനി പ്രദർശിച്ച് പടങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു മനസ്സിലാവുന്നില്ല. എത്ര ഭംഗിയായിട്ട് ആ കുട്ടി അഭിനയിച്ചെന്നറിയോ. മലയാളത്തിൽ പൈസ കുറവാണെങ്കിലും ഇതുപോലെയുള്ള നല്ല കഥാപാത്രങ്ങൾ അനുപമ ചെയ്യട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രുതി രാമചന്ദ്രൻ വേറെ ലെവലാണ്, അടിപൊളിയായിട്ട് ചെയ്തു. അഷ്കർ അലിയും നന്നായിട്ട് തന്നെ ചെയ്തു. സിനിമയിലെ ഏറ്റവും വലിയ നെഗറ്റീവും സിനിമയുടെ വല്ല ദുരന്തമായിട്ട് തോന്നിയതും സുരേഷ് ഗോപിയുടെ മകൻ മാധവാണ്. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട്. ഉറപ്പായിട്ടും നല്ല സിനിമകളൊക്കെ ചെയ്യാനായിട്ട് പറ്റുമെന്ന കാര്യത്തിലും ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ രക്തത്തിൽ സുരേഷ് ഗോപിയുടെ രക്തമായതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ആ തിരുത്തുകൾ വന്നുകൊണ്ട് പുതിയ സിനിമകൾ ചെയ്യാനായിട്ട് പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഈ സിനിമയിലെ അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും അദ്ദേഹം വരുന്ന സീനിലൊക്കെ വളരെ ബോറായിട്ടുള്ള ഒരു ഫീലാണ് ഏതൊരു പ്രേക്ഷകനും കിട്ടുക. അദ്ദേഹം അത് തിരുത്തി പുതിയ സിനിമകളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആവറേജ് സിനിമയാണ്. പക്ഷെ സുരേഷ് ഗോപിയുടെ സ്ക്രീൻ പ്രസൻസ് വെച്ച് ഉറപ്പായിട്ടും ഒരു വൺ ടൈം വാച്ചബിൾ സിനിമ തന്നെയാണ് JSK. ആ രാഷ്ട്രീയ പരാമർശങ്ങളും ആരൊക്കെ കളിയാക്കുന്ന രീതിയിലുള്ള വിവാദമായ കുറേ സംഭവങ്ങളൊക്കെ വെട്ടിനുറുക്കിയിരുന്നെങ്കിൽ നല്ലൊരു പ്ലോട്ട് ഉണ്ടായിരുന്ന സിനിമ അടിപൊളിയായിട്ട് മാറ്റാനായിട്ട് പറ്റുമായിരുന്നു.